ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബോത്ത് വർഷു. ഇതെന്താ ചന്ദനത്തിരം കത്തിച്ചിട്ട് എന്ന പരിപാടി എന്നായിരിക്കും അല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ അടുക്കളയിലാണ്. അടുക്കളയിൽ കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ചന്ദനത്തിരി കത്തിച്ചതാണ്. ഇപ്പോൾ ഞാൻ കുഴക്കട്ട ഉണ്ടാക്കാൻ പോകുന്നു. കുഴക്കട്ടയല്ല, ഇത് കുഴക്കട്ടേൻ്റെ സംഭവങ്ങളിലുള്ള കുഴക്കട്ടയും കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കടലക്കറി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഈ ചിക്കൻ കറി അങ്ങനത്തെ കോമ്പിനേഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നുമില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് കുക്കറിൽ 2-3 വിസിൽ അടിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നേരെ അടുപ്പത്ത് വെക്കാൻ പോവാണ്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മാവ് കുഴക്കുക എന്നുള്ളതാണ്. നല്ല ചൂടുള്ള പതക്കുന്ന വെള്ളത്തിലേക്ക് അരിപ്പൊടി അല്ലെ പത്തിരിപ്പൊടി അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടൊക്കെ പോയിട്ട് നല്ലോണം നമ്മൾ കുഴച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിൽ ഇത് ഉണ്ടാക്കാവുന്നതാട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നാമത് ഉണ്ടാകാൻ കാരണം വൈകുന്നേരത്ത് എന്തെങ്കിലും ചായക്ക് കടി ആ ഒരു രീതിയിലാണ്. പിന്നെ മോക്കും കൊടുക്കാന്ന് വെച്ചു. മോക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും ആക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എത്തിക്കുന്നു ഇല്ലെന്നൊന്നും അറിയില്ല, എന്നാലും കൊടുത്ത് നോക്കാം. അപ്പൊ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലും വെക്കുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി നോക്കാൻ വേണ്ടി പോവാണ്. ഇത് നന്നായിട്ട് വറ്റണം കേട്ടോ. ഇത്തിരി കൂടി വെള്ളമൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് എൻ്റെ കൊച്ചു സുന്ദരി വന്നിട്ടുണ്ട്. കച്ചറ കേട്ടോ, കരിഞ്ഞ് അലമ്പാക്കാണ്. അപ്പം ഞാനെടുത്ത് കുറച്ച് കളിപ്പിച്ച് കുറച്ച് മൂടൊക്കെ മാറ്റി പിന്നെ കരയുന്നുണ്ടായിരുന്നു. അപ്പം എന്താ കാര്യം സാധിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബിസ്ക്കറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ്. അപ്പോൾ നമ്മൾ സൂപ്പർ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലോണം കറി വറ്റിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്, കാണാൻ നല്ല രസമില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഞാൻ കുറച്ച് ദച്ചുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ദച്ചു കഴിച്ചിന് കേട്ടോ. കണ്ട സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് അത് വാരി ചാടലായി. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.